6 മാസം മുമ്പ് ഞങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വന്നു. അപ്പം ഞങ്ങൾ അവരെ കൊണ്ട് വിൻസർ കാസിലും പരിസരമൊക്കെ കാണാൻ പോയി. അപ്പം മമ്മി ഉണ്ടായിരുന്ന ആ സമയത്ത് ഈ കാസിലിൻ്റെ ചുറ്റുമുള്ള നടപ്പാതകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു തടാകമുണ്ട്. തടാകം നിറയെ ഈ ഗൂസാണ്, അതായത് അരയന്നങ്ങൾ. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്. ഈ വിൻസർ കാസിലുള്ള സെൻറ്റ് ജോർജ് ചാപ്പലിലാണ് ക്വീൻ എലിസബത്ത് II നമ്മൾ അടക്കിയിരിക്കുന്നത്. അപ്പം അത് ഒരു മെമ്മോറിയലായിട്ട് നമുക്ക് എപ്പോഴും ചിന്തിക്കാവുന്നതാണ്. ഈ വിൻസർ കാസിൽ പണി കഴിപ്പിച്ചത് വില്യം ദ കോൺക്കർ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അത് 10-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പം ഒരു ഐസ്ക്രീം പാർലർ ഞങ്ങളെ വളരെയധികം ഹഠാത് ആകർഷിച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് പല കളേഴ്സിലുള്ള കോണുകൾ ഇങ്ങനെ നിരന്നിരിക്കുവാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. കുറേ വീഡിയോയും ഷൂട്ടും കുറേ ഐസ്ക്രീം എല്ലാം വാങ്ങിച്ച് കഴിച്ചു. പിന്നെ കുറേ കീ ചെയിൻ്റെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പം കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നടന്ന് കുറച്ച് നേരം നടക്കാനുണ്ടായിരുന്നു. കാർ പാർക്ക് ചെയ്യാൻ നമുക്ക് സൈഡിലൊന്നും സ്ഥലം കിട്ടത്തില്ല. ഇപ്പം നമ്മൾ പാർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ തടാകത്തിൻ്റെ കരയിലേക്ക് തടാകത്തിൻ്റെ ഏരിയയിൽ കുറച്ച് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് പാർക്ക് ചെയ്തിട്ട് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. അവിടെ കുറച്ച് ഗാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ദിവസമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് അകത്ത് കയറാനോ അല്ലെങ്കിൽ കൂടുതൽ ഡീപ്പായിട്ടൊന്ന് കാണാൻ സാഹചര്യം കിട്ടിയില്ല. ഇപ്പം കൊട്ടാരത്തിനകത്തേക്ക് അനുമതിയുള്ള പാസ്സുള്ളവർ മാത്രം കയറി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ വിൻസർ കാസിലിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഓൺ ചെയ്യുന്നത് ചാൾസ് III ആണ്, നമ്മുടെ ഇപ്പോഴത്തെ രാജ്യത്തെ കിങ്. അതുപോലെ റോയൽ ഹൗസ് ഹോൾഡാണ് ഇതിൻ്റെ ഡേ ടു ഡേ മാനേജ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഇത് ഒരു ലാർജസ്റ്റ് കാസിലാണ്. വേൾഡിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ ലാർജസ്റ്റ് ആയിട്ടുള്ള താമസിക്കുന്ന ഒരു കാസിലാണ്. അതുപോലെ യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ നാൾ ആൾക്കാർ അതിനകത്ത് താമസിച്ച റെക്കോർഡും ഈ കാസിലിന് തന്നെയാണ്. ഈ സ്റ്റാച്ചു ക്വീൻ വിക്ടോറിയയുടെ സ്റ്റാച്ചു ആണ്. 2006 ഇതിനകത്ത് 500ഓളം ആളുകൾ താമസിക്കുകയും പണിയെടുക്കുകയും ചെയ്തു ഇതിനകത്ത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ലണ്ടൻ കാണാൻ പോയി. ലണ്ടൻ ബ്രിഡ്ജാണ് കാണുന്നത്. ലണ്ടനിലായിട്ട് റിവർ തേംസിൻ്റെ മുകളിലായിട്ടാണ് ഈ ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ കപ്പൽ വരുമ്പോഴത്തേക്കും ഈ ബ്രിഡ്ജ് പകുതിക്ക് വെച്ചിട്ട് നമുക്ക് അത് പൊക്കി ക്രെയിൻ അതിൻ്റെ അകത്ത് സിസ്റ്റം ഉണ്ട്, അത് പൊക്കി ഷിപ്പിനെ കടത്തി വിടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ കൺഫ്യൂഷൻ ആവുന്നത് അവിടെ 2 ബ്രിഡ്ജുണ്ട്. ഒരു ടവർ ബ്രിഡ്ജും കൂടെ ഉണ്ട്, അത് അപ്പുറത്തെ സൈഡിലാണ്. അപ്പം ലണ്ടൻ ബ്രിഡ്ജും ടവർ ബ്രിഡ്ജും തമ്മിൽ മാറിപ്പോകാതിരിക്കുക. പിന്നെ ഞങ്ങൾ അതിലൂടെ നടന്നു. പല പല അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്കൊരു പുതിയ അനുഭവമായിരുന്നു ലണ്ടൻ കാണുന്നത്. പിന്നെ ഞങ്ങളവിടെ ഒരു മ്യൂസിയത്തിൽ പോയി, ലണ്ടൻ മ്യൂസിയം. അതിനകത്തൊരു വലിയ തിമിംഗലത്തിൻ്റെ അസ്ഥികൂടാണ് ഈ കാണുന്നത്. അത് മുകളിൽ തന്നെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുവാണ്. അപ്പം പിന്നെ അവിടെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് വൈകുന്നേരത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ മ്യൂസിയത്തിൽ ഫ്രീ എൻട്രി ആണ് കേട്ടോ. അപ്പം ആർക്ക് വേണമെങ്കിലും ലണ്ടൻ വിസിറ്റ് ചെയ്ത് നോക്കി ഇവിടെ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ കാണാൻ പറ്റും ഫ്രീ ആയിട്ട്.